നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റുകളും സക്സസ് സ്റ്റേജിലേക്കാ മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻസി സ്വീകരിക്കാൻ അർച്ചന റെഡിയായി കഴിഞ്ഞു. നമുക്ക് പരസ്പരം ഒരു ഒത്തുതീർപ്പിലെത്താം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നിന്നോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. ആ കുഞ്ഞ് നെല്ലിശ്ശേരി വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പ്രസവിക്കാൻ ഇനിയുണ്ടല്ലോ മാസങ്ങൾ ബാക്കി. അതിനുള്ളിൽ അതിന്റെ വിധി ഞാൻ തീരുമാനിക്കും. അതിന്റെ മാത്രമല്ല, നിന്റെ സേതുമാധവന്റെ മരുമകനായി നെല്ലിശ്ശേരി വീട്ടിൽ എന്റെ മുന്നിൽ വാഴാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനേതറ്റം വരെയും ഞാൻ പോവും. ചോര കണ്ടാൽ അറപ്പില്ലാത്ത കയ്യായത്, അത് നീയും മറക്കരുത്. ഞാൻ എത്ര നേരമായി നന്ദേട്ടനെ കാത്തിരിക്കുന്നു എന്നറിയോ? നന്ദേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ പറയാം, പോയി ഫ്രഷ് ആയിട്ട് വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നന്ദേട്ടാ, എത്രാന്ന് വെച്ചാ നമ്മളിങ്ങനെ ശത്രുക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് തെറ്റുകൾ നന്ദേട്ടനോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ നന്ദേട്ടാ. എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവണം. കൊള്ളാം, ബെസ്റ്റ്. നിന്ന നിൽപ്പിന് ഓന്തിനെ പോലെ നിറം മാറാനുള്ള നിന്റെ ഈ കഴിവുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആരോടുള്ള വാശി തീർക്കാനാ ഇപ്പൊ ഈ അമ്മ വേഷം കെട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതെ, വാശിയാണെന്ന് എന്നെ കൂട്ടിക്കോ. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. എനിക്ക് ശേഷം വന്നവളാ അർച്ചന. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തോണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. ആതിരയും പ്രസവിച്ചു. ഇപ്പതാ സ്നേഹയും ഗർഭിണിയായി. അവൾക്ക് ഒരു കുഞ്ഞാവാൻ പോകുന്നു. ഓ, അപ്പൊ അതാണ് നിന്റെ വാശിയുടെ കാരണം. നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റിയ സമയമാണ്. ആദ്യം നീ ഒരു മനുഷ്യ സ്ത്രീയാവാൻ നോക്ക്. എന്നിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, നമ്മൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോണോ വേണ്ടയോ? എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നതെന്ന്. അവള് ആ സന്ധ്യ എല്ലാത്തിനും കാരണം. അവളെ കൊണ്ടാണല്ലോ ഇപ്പൊ നടപ്പ്. ഞാനൊന്നും അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് നിനക്കെന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇതുവരെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടു കൂടി നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അറപ്പോടും വെറുപ്പോടും കൂടിയാ നീ എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ടിപ്പോ മറ്റുള്ളവരോട് വാശി തീർക്കാൻ കുഞ്ഞിനെ വേണം പോലും. നീ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരുപാട് മുറിവുകളുണ്ട്. അതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ജീവിതത്തോട് വാശിയാവാം, പക്ഷേ വാശിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ജീവിതം നശിച്ചില്ലാതായിത്തീരും. അതിന്റെ തുടക്കമാ നിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവം നിനക്ക് തന്ന തിരിച്ചടിയാ. ഒരു കുഞ്ഞുണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു ഡൈവേഴ്സിനെ കുറിച്ചാ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇന്ന് പ്രത്യേകിച്ച്? ഇന്ന് ഡോക്ടറുടെ ബർത്ത്ഡേ വലുതാണോ? അല്ല, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ 2 ഘട്ടങ്ങൾ അവസാനിച്ചു. 3ാമത്തെ സ്റ്റേജ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവോ. അതിന്റെ സന്തോഷത്തിനാണ് ഈ സ്വീറ്റ്സ്. സ്വീറ്റ്സ് ഞങ്ങൾ അങ്ങോട്ടല്ലേ വാങ്ങി തരേണ്ടത്? അതെ അതെ, ഇത് പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ സക്സസിന്റെ ആദ്യ പടിയിലെത്തി.
മനസ്സിലായില്ല. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റുകളും സക്സസ് സ്റ്റേജിലേക്കാ മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻസി സ്വീകരിക്കാൻ അർച്ചന റെഡിയായി കഴിഞ്ഞു. അടുത്ത 3 മാസം, അതിനുള്ളില് ഏത് സമയത്തും പ്രഗ്നൻസി സംഭവിക്കാം. ആ സന്തോഷം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. അതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് സ്വീറ്റ്സ് തന്നത്. ഇനി എന്താ അടുത്ത സ്റ്റേജ്? അടുത്ത സ്റ്റേജ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച അർച്ചന ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം. ഓരോ ദിവസവും ചെക്കപ്പ് ഉണ്ടാവും. ഹോസ്പിറ്റലിലാണെന്നേ ഉള്ളൂ, ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് തന്നെ. എല്ലാ ദിവസവും ടെസ്റ്റ് റിസൾട്ട് മോണിറ്റർ ചെയ്യണം. ഞങ്ങളുടെ സ്വപ്നത്തിന്റെ വളരെ അടുത്തെത്തി അല്ലേ ഡോക്ടർ? യെസ്. ഫാലോപ്പിയൻ ട്യൂബിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു. 3 months. അടുത്ത 3 മാസത്തെ ട്രീറ്റ്മെന്റ് തീരുന്നതിന് മുമ്പ് അർച്ചന പ്രഗ്നന്റ് ആയിരിക്കും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ടാ എല്ലാം ശരിയായത്. ഒരു ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ് ഇതിന്റെ റിസൾട്ട് തരുന്നത് ഈശ്വരന്. ഇനി ആ മാജിക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. അർച്ചന, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനേതറ്റം വരെയും ഞാൻ പോവും. ബുദ്ധിപൂർവ്വമുള്ള ഡീൽ ചെയ്തില്ലെങ്കിൽ അപകടമാണ്. ഇല്ലെങ്കിൽ സ്നേഹയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ തന്നെ ഇവിടെ ഇല്ലാതാക്കി കളയും. സന്തോഷം പങ്കുവയ്ക്കാൻ വന്നാണോ നീ? ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം. മിണ്ടിപ്പോരുത്. നീ വളരെ ഭംഗിയായിട്ട് എന്നെ ചതിച്ചു. മധുരം കൊടുക്കുന്ന ചടങ്ങിൽ എന്തായിരുന്നു നിന്റെ സന്തോഷം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.